ഹലോ. എത്ര പഠിച്ചു കഴിഞ്ഞാലും എക്സാമിന് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ടിപ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 10th സ്റ്റാൻഡേർഡ് മുതലിന്റെ എല്ലാ ബോർഡ് എക്സാമിനും ഞാൻ ഈ ടിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ എല്ലാ എക്സാമിനും ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ യുവർ ക്വസ്റ്റ്യൻസ്. അതായത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഫസ്റ്റത്തെ 2 മിനിറ്റിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്യുക. ഈ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതോ അല്ലെങ്കിൽ അറിയാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ ഒന്ന് റൗണ്ട് ചെയ്യുക ക്വസ്റ്റ്യൻ മാർക്കിൽ. അതുപോലെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ നേരത്തെ തീരുമാനിക്കുക ഏത് ക്വസ്റ്റ്യൻ ആണ് എഴുതണത് എന്നുള്ളത്. പിന്നീട് അത് തീരുമാനിക്കാന്ന് ആലോചിക്കുകയാണെങ്കിൽ ടൈം പോകും നമുക്ക്. അതുപോലെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ഓരോ ടൈം അലോക്കേറ്റ് ചെയ്യണം. ഇപ്പൊ 2 മാർക്കാണെങ്കിൽ 4 മിനിറ്റ് എടുക്കുക. അതുപോലെ തന്നെ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് ആൻസേഴ്സ് എഴുതാം. അപ്പൊ അതിൽ കൂടുതൽ ആൻസർ ഉണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പോയിട്ട് എഴുതണം. പിന്നെ നമ്മൾ ഈ ഒരു ആൻസർ തന്നെ എഴുതിക്കൊണ്ടിരിക്കരുത്. അത് പിന്നെ നമുക്ക് വേറെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനുള്ള ടൈം കിട്ടൂല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യലാണ്. ആൻസർ ഷീറ്റിൽ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഏറ്റവും അറിയുന്ന ആൻസേഴ്സ് മാത്രം എഴുതുക. അതായത് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആൻസർ പോയിട്ട് ഫസ്റ്റ് എഴുതരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ്ക്ക് ഒരു ടെൻഡൻസി വരും, ബാക്കിയുള്ള ആൻസേഴ്സിനും കൂടി മാർക്ക് ഇട്ട് തരാനുള്ള ടെൻഡൻസി വരും. ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ ഫസ്റ്റ് തന്നെ അറിയാവുന്നത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഇട്ട് തരാനുള്ള ആ ഒരു ഇംപ്രഷൻ, ഒരു ടെൻഡൻസി വരും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ പോയിന്റ് ആയിട്ട് എഴുതാൻ ട്രൈ ചെയ്യുക. ഫിസിക്സ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ സയൻസ് ഇതുപോലുള്ള സബ്ജക്റ്റിനൊക്കെ വലിച്ചു വാരി പാരഗ്രാഫ് പോലെ എഴുതാതെ ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതാൻ നോക്കുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടൈം ലാഭിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നോക്കുന്ന ടീച്ചേഴ്സിന് പെട്ടെന്ന് ആൻസർ അതിൽ കാണുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് കൂടുതൽ മാർക്ക് ഇട്ട് തരാനുള്ള ചാൻസ് ഉണ്ട്. അതില് പോയിന്റ് ആക്കി എഴുതുമ്പോൾ മാർക്കിനനുസരിച്ചിട്ട് എഴുതുക. ഇപ്പൊ 2 മാർക്കാണെങ്കിൽ 4 പോയിന്റ്, 3 മാർക്കാണെങ്കിൽ 6 പോയിന്റ്. ഈ 6 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 സെന്റൻസ് ആക്കിയിട്ട് എഴുതുക. ഇപ്പൊ പാരഗ്രാഫ് ആണ് ആൻസർ എന്നുണ്ടെങ്കിലും ആ പാരഗ്രാഫിന്റെ പോയിന്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടെ റീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടും അവിടെ. നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് ഇതിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഇപ്പൊ ഓരോ ആൻസറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഈ അണ്ടർലൈൻ ചെയ്യണതൊക്കെ എക്സാമിന്റെ ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. ഇതിനായിട്ട് ടൈം കളയരുത്. എക്സാം ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മാത്സ് ആണ് എക്സാം എങ്കിൽ ഇക്വേഷൻസ്, അതുപോലെ തന്നെ ലാസ്റ്റ് ആൻസർ ഇതിനൊക്കെ ഒന്ന് സർക്കിൾ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു ബോക്സിന്റെ ഉള്ളിലാക്കി വെച്ചാൽ നോക്കുന്ന ആൾക്ക് ഈസി ആയിരിക്കും അത് കാണാൻ. അപ്പൊ സ്റ്റെപ്സ് കുറച്ച് തെറ്റാണെങ്കിലും നമ്മൾ ലാസ്റ്റ് ആൻസർ നോക്കിയിട്ട് അവർ പെട്ടെന്ന് മാർക്ക് ഇട്ട് പോകും. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യലാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ എന്തായാലും അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആ ക്വസ്റ്റ്യനെങ്കിലും ഒന്ന് ആൻസർ പേപ്പറിൽ എഴുതി വെക്കണം. കാരണം ചില ടൈമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ ടീച്ചേഴ്സ് അത് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഫുൾ മാർക്ക് കൊടുക്കും ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണ് വിചാരിച്ചിട്ട് അറ്റൻഡ് ചെയ്യൂല, മാർക്കും കിട്ടൂല. അപ്പൊ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഇട്ടിട്ട് അറിയില്ലെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനെങ്കിലും നമ്മുടെ ആൻസറിൽ ഒന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അറിയില്ലെങ്കിലും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള വല്ല ആൻസർ അറിയെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാലും മതി. അതുപോലെ തന്നെ ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇക്വേഷനെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അത് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യന് ഇക്വേഷൻ അറിയെങ്കിൽ അതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ചിലപ്പോൾ നമുക്ക് സ്റ്റെപ്സ് അറിയില്ലായിരിക്കും ആ നേരത്തെ, പക്ഷെ അത് സാരല്ല. ഇക്വേഷൻസ് ജസ്റ്റ് എഴുതി വെച്ചാൽ നമുക്ക് 1/2 മാർക്കോ 1 മാർക്കൊക്കെ അതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ പേപ്പർ കൊടുക്കുന്നതിന്റെ മുന്നേ എല്ലാ ആൻസറിന്റെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് അല്ലേന്ന് 1-2 വട്ടമൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എയും ബി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ അല്ലേ നമ്മൾ എഴുതിയിരിക്കണം എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക ലാസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നതിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വിടുക. ആൻസർ പേപ്പറിൽ 1 ലൈന് അല്ലെങ്കിൽ 2 ലൈന് ഗ്യാപ്പ് വിട്ടിട്ട് എഴുതാം. അപ്പൊ നമ്മുടെ പേപ്പർ കാണാൻ കുറച്ചുകൂടി നീറ്റ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാവർക്കും